നമ്മുടെ പ്രദേശത്ത് ലഭ്യമാക്കിക്കൊണ്ടും അതുപോലെ തന്നെ രോഗം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആന്റിജൻ ടെസ്റ്റുകൾ വീട്ടിൽ മികച്ച ചികിത്സ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രത്യേകമായിട്ട് ആശ്വാസ് പാരാടിന്റെ ഭാരവാഹി പ്രത്യേകിച്ച് മുനീർ സാറിനും നന്ദി പറയുന്നു. സ്വാഗതം ചെയ്തതിൽ വിട്ടുപോയ ഞങ്ങളുടെ 4 പേര്, ഞങ്ങളുടെ ഇന്ദിരാഗാന്ധിയിലെ 4 സ്റ്റാഫും വന്നിട്ടുണ്ട്. ഞായറാഴ്ച ദിവസം എക്സ്ട്രാ എഫോർട്ട് എടുത്ത് വന്നിട്ടുള്ള അവരെ സ്വാഗതം ചെയ്യുന്നു. സജിത്തേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഈ പറയുന്ന വൃക്കരോഗത്തെ കുറിച്ചുള്ള ക്ലാസ്സുകൾക്കും അവബോധത്തിനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തലശ്ശേരിയിൽ 3 ആശുപത്രികളിലാണ് ഡയാലിസിസ് സെന്ററുള്ള ആശുപത്രികളുള്ളത്. തലശ്ശേരി ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, ഇപ്പം പുതുതായിട്ട് മിഷൻ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എത്രയധികം ഡയാലിസിസ് മെഷീനുകൾ കൂട്ടിയാലും മതിയാകാത്ത രീതിയിൽ ഇപ്പം കടലിൽ ഉപ്പ് ഇറക്കുന്ന പോലെയാണ് ഇവിടുത്തെ ഡയാലിസിസ് രോഗികളുടെ എണ്ണത്തിന്റെ അവസ്ഥ. ഓരോ ദിവസവും പുതിയ പുതിയ പേഷ്യന്റ് ഡയാലിസിസ് സ്ലോട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വരുന്നു. നമുക്ക് സ്ലോട്ട് ഇല്ലാത്തതിന് പേരിൽ ഇപ്പം സൈത്തേട്ടൻ PROസിനെ കോൺടാക്ട് ചെയ്യുന്നു, പ്രസിഡന്റിനെ കോൺടാക്ട് ചെയ്യുന്നു, രാഷ്ട്രീയപരമായി പ്രഷർ വരുന്നു. അത്രയധികം ആളുകളാണ് ഓരോ ദിവസവും ഡയാലിസിസിന് വേണ്ടിയിട്ട് നമ്മുടെ ആശുപത്രികളിൽ സ്ലോട്ട് അന്വേഷിച്ച് വരുന്നത്. കാരണം കുറെ ആളുകൾ ഇവിടെ അഡ്മിറ്റ് ആയ രോഗികളുണ്ടാവും, ചിലർ കോഴിക്കോട് നിന്ന് വരുന്നവരുണ്ടാവും, ചിലർ മംഗലാപുരത്ത് നിന്ന് വരുന്നവരുണ്ടാവും. തുടക്കത്തിൽ ഈ ഇവിടെ അടുത്ത് കാണുന്ന കടലിന്റെയും അല്ലെങ്കിൽ സെന്ററുകളിലേക്ക് ഒരു രോഗിയെ അറ്റാച്ച് ചെയ്യുന്നതിന് മുൻപ് ആള് ഇത് സ്റ്റേബിൾ ആകേണ്ടതുണ്ട്. കയ്യിൽ ഫിസ്റ്റുല സർജറി ചെയ്ത് വർക്ക് ചെയ്യേണ്ടതുണ്ട്. അത് എത്തുന്നോടെ വരെ ഒരു ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഡയാലിസിസ് നടക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഡയാലിസിസ് കൊടുക്കാൻ മാത്രം ഉള്ള ഡയാലിസിസ് മെഷീനുകൾ തലശ്ശേരിയിൽ ഒരു ആശുപത്രിക്ക് പോലും തികയുന്ന രീതിയിലില്ല. 2-3 മാസം മുൻപ് മിഷൻ ഹോസ്പിറ്റലിൽ ഒരു ഡയാലിസിസ് സെന്റർ സ്റ്റാർട്ട് ചെയ്ത് 2 മാസം കൊണ്ട് അതിലെ എല്ലാ സ്ലോട്ടുകളും തീർന്നു. ഇനിയിപ്പോൾ അവിടെ സ്ഥലമില്ല. അപ്പം നമുക്കിത് എത്ര മെഷീൻ കൂട്ടിയാലും ഒരു മാനേജ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും വലിയ രീതിയിലുള്ള ഒരു രോഗമാണ് ഈ ഒരു കേരളത്തിൽ ഈ ഭാഗത്ത് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകമായിട്ട് തലശ്ശേരിയുടെ ചുറ്റും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഗൂഗിളിൽ ഞാൻ കാണിക്കാം, ഒരു 20 കിലോമീറ്റർ ചുറ്റളവിൽ 20-ലധികം ഡയാലിസിസ് സെന്ററുകളാണ് ഉള്ളത്. നിങ്ങൾക്ക് പരിചയമുള്ളവരുണ്ടാവാം, അല്ലാതെ കുറെ കുഞ്ഞു കുഞ്ഞു ഡയാലിസിസ് സെന്ററുകൾ ഇതിന് ചുറ്റും അധികമായിട്ടുണ്ട്. കേരളത്തിലെ ഞാൻ നെഫ്രോളജി ഡോക്ടേഴ്സിന്റെ കോൺഫറൻസിലൊക്കെ പോകുമ്പോൾ ചോദിക്കാറുണ്ട്, ഇത്രയധികം ഡയാലിസിസ് സെന്ററുകൾ നിങ്ങളുടെ നാട്ടിലുണ്ടോ? അവരൊന്നും പറയുന്നത് ഇല്ല, അവരെ ഒരു ആശുപത്രിയിൽ ഡയാലിസിസ് ഉണ്ടാവും, അല്ലാതെ ഇത്ര അധികം ഡയാലിസിസ് സെന്ററുകൾ അവിടെ ഉണ്ടാകാറില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പൊ ഞാനിവിടെ ഈ തലശ്ശേരിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 2.5 വർഷമായി. എന്റെ നാട് കോട്ടയമാണ്. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് തലശ്ശേരിക്ക് മാത്രം ഇത്ര അധികം ഡയാലിസിസ് രോഗികളുടെ ആവശ്യകത എന്താണ് എന്ന് ആലോചിച്ചിട്ടുണ്ട്. അപ്പം പലപ്പോഴും ജീവിതശൈലി രോഗങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. ഡയബറ്റീസിന്റെ അധികമായി ഡയബറ്റീസും കൺട്രോൾ ആകാത്ത BP-യും ഇതെല്ലാം ഇവിടെ വളരെയധികം കൂടുതലാണെന്നും രോഗത്തെക്കുറിച്ചുള്ള ഒരു അവബോധം കുറവാണെന്നും മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ആശ്വാസ് പോലെ ഒരു സംഘടന ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തുമ്പോൾ, ഒരു ക്ലാസ് നടത്തുമ്പോൾ, ഇന്നിപ്പോ ഒരു 30-40 പേരെ ഇവിടെ ഉണ്ടാവൂ എന്നോട് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ നിങ്ങൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ്. സമൂഹത്തിലെ അല്ലെ ആളുകളുടെ ഇടയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇങ്ങനൊരു രോഗം നമുക്ക് അധികമായിട്ട് നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളൊരു അവബോധം ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാൻ കടമയുള്ളവരാണ് നിങ്ങൾ. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഡയാലിസിസ് സെന്ററുകൾ ഇല്ല എന്ന് പറയുന്ന പോലെ തന്നെ ആളുകളുടെ സഹകരണവും ഇവിടെ വളരെ അധികം കൂടുതലാണ്. കാരണം കഴിഞ്ഞ ആഴ്ച കനിവ് എന്ന് പറഞ്ഞ സംഘടനയുടെ ഇതുപോലൊരു ക്യാമ്പ് ഞാൻ പങ്കെടുക്കുകയുണ്ടായി തലശ്ശേരി വെച്ച്. അതുപോലെ തണൽ എന്ന് പറഞ്ഞ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഞാൻ കാണാറുണ്ട്. അപ്പം ഇത്രയധികം ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹകരിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥലവും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒരു ഡയാലിസിസ് രോഗിക്ക് ഒരു ഡയാലിസിസ് സെന്ററുകളിലേക്ക് ഇത്രയധികം സാമ്പത്തികമായി സഹായിച്ച് നടത്തുന്ന സ്ഥലങ്ങൾ കേരളത്തിൽ വളരെ കുറവായിരിക്കും. അപ്പം ഒരു രോഗം വന്ന് അതിന്റെ അവസാന അവസ്ഥയിൽ നമ്മൾ അവരെ സഹായിക്കുമ്പോൾ ഒരു രോഗിക്ക്, ഒരു ഡയാലിസിസ് രോഗിക്ക് നമ്മളൊരു പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു മാസം 24,000 രൂപയെങ്കിലും ഡയാലിസിസിന് ചെലവ് വരും. അപ്പം അവസാന അവസ്ഥയിൽ നമ്മൾ അവർക്ക് വേണ്ടി മുടക്കുന്ന 24,000 രൂപ പോലും, അതിന്റെ പകുതി പോലും നമുക്ക് ഇങ്ങനെ ക്യാമ്പ് നടത്താൻ വേണ്ടി വരില്ല. അപ്പം എത്രയധികം ആളുകളിലേക്ക് നമുക്ക് ഇങ്ങനെയുള്ള വിവരങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമോ നമുക്ക് അത്രയും നല്ലതാണ്. അതാണ് ഇത്തരം ഒരു ക്യാമ്പുകളുടെയും ഇങ്ങനെ സംഘടനയുടെയും ഒരു പ്രാധാന്യം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റും വളരെയധികമായി കൂടുന്ന ഒരു രോഗമായിട്ട് കിഡ്നി രോഗം കാണുന്നു. പക്ഷെ അതിനൊപ്പം തന്നെ ഏറ്റവും അധികമായിട്ട് ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് ചുറ്റും കൂടുന്നുണ്ട്. ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, ഹാർട്ടിന്റെ രോഗങ്ങൾ, അമിതവണ്ണം, അതിന്റെ എല്ലാം ഫലമായി കിഡ്നി രോഗവും.
പറയപ്പെടുന്നത് 60% ഇന്ത്യയിൽ ഉണ്ടാകുന്ന മരണങ്ങൾ ഈ 4 രോഗങ്ങൾ കൊണ്ട് തന്നെയാണ് ഉണ്ടാകുന്നതെന്നാണ്. ഈ ഒരു ഗ്രാഫ് കാണിക്കുന്നത് പച്ച കളറിൽ കാണിക്കുന്നത് കേരളത്തിന്റെ നമ്പറാണ്. ഇതിന് പ്രവലൻസ് എന്ന് പറയും, അതായത് രോഗസാന്ദ്രത. ഇന്ത്യയും ലോകത്തെയും വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഇതിന്റെ രോഗസാന്ദ്രത ഡയബറ്റീസിലും ഹൈപ്പർ ടെൻഷനിലും ഉള്ള സ്ഥലം കേരളമാണ്. അപ്പം ഡയബറ്റീസ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ് കേരളത്തിൽ പറയപ്പെടുന്നത്. ഡയബറ്റീസിൽ ഇപ്പം 77 മില്യൺ ആളുകൾക്ക് ഇപ്പൊ തന്നെ ഉണ്ട്. ഇനിയും എത്രയോ 134 മില്യൺ ആളുകളിലേക്ക് ഡയബറ്റീസ് എത്തും. ഇതിൽ ഏറ്റവും പ്രധാനം കുറെ അധികം ആളുകൾക്ക് ഇതിനെക്കുറിച്ച് രോഗത്തെക്കുറിച്ച് അറിയാത്ത 48 മില്യൺ ആളുകളുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു 9% ആളുകൾക്ക് ഡയബറ്റീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ആലോചിച്ചത്, നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ ബന്ധുക്കളിൽ ഡയബറ്റീസ് എത്ര പേർക്ക്, നിങ്ങളുടെ അടുത്ത കുടുംബത്തിൽ തന്നെ എത്ര പേർക്കുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ ഇതിന്റെ സാന്ദ്രത എത്രമാത്രമാണ് എന്ന് അറിയാം. ഡയബറ്റീസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-20 വർഷം കൊണ്ട് തന്നെ ഒരു 30-40% ആളുകളിലേക്ക് കിഡ്നി രോഗം എത്തിക്കുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഏറ്റവും അധികം കിഡ്നി രോഗം കൂടുന്നത്. ഇതിന്റെ കോംപ്ലിക്കേഷൻസ് ആണ് ഓരോ പ്രശ്നങ്ങൾ: സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക്, കാലിലേക്കുള്ള രക്തോട്ടക്കുറവ്, കണ്ണിന്റെ ഞരമ്പുകളെ ബാധിക്കുന്നത്, കാലിന്റെ അൾസർ, കിഡ്നിയുടെ രോഗം. അപ്പം ഏറ്റവും വളരെ ചുരുക്കം ചെലവിൽ തന്നെ തുടക്കത്തെ അവസ്ഥയിൽ ഡയറ്റ് കൊണ്ടും എക്സസൈസ് കൊണ്ടും ശരിയായ മരുന്ന് കറക്റ്റായി എടുത്ത് കൺട്രോൾ ആക്കുന്നു എന്നുള്ള ഉറപ്പുവരുത്തുന്ന